നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ഒരു ചാവേർ ആക്രമണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ പിന്നീട് അതിൻ്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു. ഈ പറയുന്ന വൈറ്റ് കോളർ ഭീകരത എന്ന് പറയുമ്പോൾ ഉന്നത തലത്തിലുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന ഡോക്ടേഴ്സ്, ആറോളം ഡോക്ടർമാരെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ. അതിൽ അൽഫല സർവകലാശാലയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുന്നത്. ഭീകരരുടെ ഒരു താവളം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ള 4 ഡോക്ടർമാർ, ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ ആദിർ, ഡോക്ടർ ഉമർ നബി നേരത്തെ ഇപ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു, ഷഹീൻ സയ്യിദ്, ഈ 4 ഡോക്ടർമാർ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഈ സർവകലാശാല അൽഫല. ഡൽഹിയിൽ നിന്ന് 45 കിലോമീറ്റർ, ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്ന് 27 കിലോമീറ്റർ, 70 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ സർവകലാശാലയാണ്. ഈ സർവകലാശാല ഒരു പക്ഷേ ഇന്ത്യ ഇപ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ ഈ വിഷയം അന്വേഷിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു വലിയ ഭീകര താവളമായി മാറിയേനെ. അതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ സർവകലാശാലയിലെ 17-ാം നമ്പർ മുറി, അവിടെ ഈ 4 ഡോക്ടർമാർ പല ദിവസങ്ങളിൽ ഒത്തുചേർന്ന് സ്ഫോടന പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ആ സ്ഫോടനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് അവർ പലവട്ടം ചർച്ച ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ NIAക്ക് ലഭിച്ചിരിക്കുന്നു. ആ സർവകലാശാലയിലെ 13-ാം നമ്പർ മുറിയാണ് ഡോക്ടർ മുസമ്മിലിൻ്റേത്. ഡോക്ടർ മുസമ്മിലിൻ്റെ മുറിയിൽ വളരെ ഇന്ത്യയെ തകർക്കാൻ വേണ്ട ആയുധ ക്രമീകരണങ്ങൾ നടത്തിയതിൻ്റെ നിരവധി തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. മുസമ്മിലിൻ്റെ മുറിയിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ മാത്രമാണ് സർവകലാശാലയിലെ ഒരു മുഖ്യ ലാബ്. ഈ ലാബിൽ നിന്ന് വലിയ തോതിൽ അവർ രാസവസ്തുക്കൾ ഈ 13-ാം നമ്പർ മുറിയിലേക്ക് കടത്തി. ചില വളം, അമോണിയം നൈട്രേറ്റ് പോലുള്ള സാധനങ്ങൾ വാങ്ങി ഈ മുറിയിൽ കൊണ്ടുവന്ന് അവർ ചില പരീക്ഷണങ്ങൾ നടത്തി. ഉഗ്ര ശക്തിയുള്ള ബോംബുകൾ നിർമ്മിക്കാൻ വേണ്ട പരീക്ഷണങ്ങൾ നടന്നത് ഡോക്ടർ മുസമ്മിലിൻ്റെ 13-ാം നമ്പർ മുറിയിലാണ്. രാജ്യത്ത് വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ചർച്ചകൾ നടന്നത് ഈ സർവകലാശാലയിലെ 17-ാം നമ്പർ മുറിയിലാണ്. ഇപ്പോൾ 17-ാം നമ്പർ മുറിയും 13-ാം നമ്പർ മുറിയും NIA സീൽ ചെയ്ത അവസ്ഥയിലാണ്. ഒരു സർവകലാശാലയിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. മറുവശത്ത് ഈ ലാബിൽ നിന്ന് വലിയ തോതിൽ രാസവസ്തുക്കൾ കടത്തി, ലാബിൽ നിന്ന് പല സാധനങ്ങളും ഈ മുറിയിലേക്ക് കടത്തി. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ NIAക്ക് ലഭിച്ചു. ഇനി അറിയേണ്ടത് ഈ സർവകലാശാലയിൽ ആരൊക്കെ ഈ ഭീകര സംഘടനയുടെ കണ്ണികളായി പ്രവർത്തിച്ചു. ഈ ലാബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ? വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ 70 ഏക്കർ പരന്നു കിടക്കുന്ന ക്യാമ്പസാണ്. പല സ്ഥലത്തും ആളനക്കമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ചില പരീക്ഷണങ്ങൾ, ചെറു സ്ഫോടനങ്ങൾ ഈ ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങൾ ഉപയോഗിച്ച് ഡോക്ടർമാർ ചെയ്തു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള 4 ഡോക്ടർമാർ ഒരു സർവകലാശാലയുടെ സ്വാധീനവും ആ സർവകലാശാലയുടെ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഒരുക്കാൻ, ബോംബുകൾ നിർമ്മിക്കാൻ ശ്രമം നടത്തി. ഡോക്ടർ ഉമർ അവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കളുമായി കടന്നത്. നേരത്തെ ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ത്യൻ ആർമിക്കുള്ളൊരു മുന്നറിയിപ്പാണ്, ആ പ്രദേശവാസികൾക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു. ആരെങ്കിലും ഇന്ത്യൻ ആർമിയുമായി സഹകരിച്ചാൽ അവർ ഭയാനകമായ ഭവിഷ്യത്തുകൾ നേരിടുമെന്നായിരുന്നു ഉറുദുവിലുള്ള പോസ്റ്റർ. ഈ പോസ്റ്ററിൻ്റെ പിന്നാലെ ജമ്മു കാശ്മീർ പോലീസ് അന്വേഷണം തുടങ്ങി. അവിടെ നിന്നാണ് പിന്നീട് ഒരു ഇമാം കസ്റ്റഡിയിലാകുന്നത്, ഇമാം അഹമ്മദ്. ഈ ഇമാമിനെ ചോദ്യം ചെയ്തപ്പോൾ ഡോക്ടർമാരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നു, അയാളുമായി സഹകരിച്ച മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നു. പിന്നീടാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ കണ്ണികളെയാണ് തങ്ങൾ കുടുക്കിയിരിക്കുന്നത് എന്ന് ജമ്മു കാശ്മീർ പോലീസ് മനസ്സിലാക്കിയത്. ജമ്മു കാശ്മീർ പോലീസ് തുടർന്ന് ഭീകരവിരുദ്ധ സേനയുടെ സഹകരണം തേടുന്നു. അവർ സംയുക്തമായി ഹരിയാന പോലീസുമായി സഹകരിച്ചാണ് ഫരീദാബാദിലെത്തുന്നത്. ഫരീദാബാദിലെ ഈ സർവകലാശാലയിലാണ് ഈ ഭീകരർ ഒത്തുകൂടിയത്. ഇത് ഇന്ത്യ നടുങ്ങുന്ന വിവരങ്ങൾ തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഒക്ടോബർ 9-ാം തീയതിയാണ് ജെയ്ഷെ മുഹമ്മദ് ഇത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ ഇന്ത്യയിലെ അവരുടെ ഭീകര സംഘടന കണ്ണികൾക്ക് നൽകിയത്. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഉണർന്നു പ്രവർത്തിച്ചു. ഈ ഭീകര സംഘങ്ങളെ കുടുക്കി. ഒരുപക്ഷെ രാജ്യം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. ശത്രുക്കൾ നമ്മുടെ ഉള്ളിലായിരുന്നു, നമുക്കിടയിലായിരുന്നു. ആ ശത്രുക്കളെ കൃത്യമായി കണ്ടെത്തുന്നതിൽ
നമ്മുടെ അന്വേഷണ ഏജൻസികൾ വിജയിച്ചിരിക്കുന്നു. അവിടെയാണ് അൽഫലാഖ് സർവകലാശാലയിൽ നടന്ന ഈ വലിയ ഭീകര പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെങ്കോട്ടയിൽ ഈ കഴിഞ്ഞ ദിവസം പ്രമുഖ വ്യാപാര കേന്ദ്രമായ ചാന്ദിനി ചൗക്കിന് അടുക്കലാണ് സ്ഫോടനം നടത്തുന്നത്. പക്ഷേ മറ്റ് ചില പ്രദേശങ്ങൾ ഈ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നടന്നത് ഒരു തീവ്രവാദ ആക്രമണം എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൃത്യമായ മെസ്സേജാണ്, മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സ്പോൺസർമാരെ ഞങ്ങൾ വേട്ടയാടിയിരിക്കുമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നു. സ്പോൺസർമാർ എന്ന് ഉദ്ദേശിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ്, അതിലപ്പുറം പാകിസ്ഥാൻ ആർമി പിന്തുണ. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സഹകരണത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിന് കീഴിൽ ഒരു കേണൽ നേതൃത്വം കൊടുക്കുന്ന ഒരു രഹസ്യ സംവിധാനം ഇന്ത്യയിൽ ഭീകരത പടർത്താൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിട്ട് അധികകാലമായില്ല. അപ്പോൾ അവർ നനച്ച് വളർത്തിയ അസിം മുനീറിനെ പോലെ ജെയ്ഷെ മുഹമ്മദിനെ സ്പോൺസർ ചെയ്തിരുന്ന പാകിസ്ഥാനിലെ ഈ സൈനിക മേധാവികളടക്കം ഇനി ഇതിന് മറുപടി നൽകേണ്ടി വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പല യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഇന്നലെ ഇപ്പോൾ ഇസ്രയേൽ ഒരു പ്രതികരണം നടത്തി. ഭീകരർക്ക് നഗരങ്ങളെ ആക്രമിക്കാൻ കഴിയും, പക്ഷേ അവർക്ക് ഒരു രാജ്യത്തിൻ്റെ മനസ്സിനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന്. അത് ഇസ്രയേലിൻ്റെ മനഃശാസ്ത്രമാണ്. എത്ര കൊടിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും ഇസ്രയേൽ മനസ്സ് പതറില്ല, അവർ തിരിച്ചടിക്കും, പൊരുതും. ഇന്ത്യക്കുള്ള കൃത്യമായ മെസ്സേജാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. തിരിച്ചടിക്കാനുള്ള ആഹ്വാനമാണ്. ഇനി ഏത് തലത്തിൽ ഇന്ത്യ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ കേന്ദ്രങ്ങൾ തകർക്കും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. കാരണം ഇന്ത്യയുടെ ഹൃദയത്തിലേക്കാണ് ഭീകരരെ അവർ കടത്തിവിട്ടത്. ഡൽഹിയിൽ നിന്ന് വെറും 45 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഫരീദാബാദിലെ ഈ സർവകലാശാല അവർ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചുവെങ്കിൽ അത് ഇന്ത്യ വലിയ ഒരു വെല്ലുവിളിയായി നേരിടും. ഇത്തരം അന്വേഷണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലും. എന്തുകൊണ്ടാണ് അൽഫലാഖ് സർവകലാശാല ഇവർ തിരഞ്ഞെടുത്തത്? ഈ 4 ഡോക്ടർമാരെ എങ്ങനെ ഇവർക്ക് ഇത്ര ഭദ്രമായി ഈ തീവ്രവാദ സംഘടനയുടെ കണ്ണികളായി വിളക്കി ചേർക്കാൻ കഴിഞ്ഞു? ഇത് വലിയ അപകട മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു ജെയ്ഷെ മുഹമ്മദുമായിട്ടും ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോഴും 4 ഡോക്ടേഴ്സ്, 6ഓളം വരുന്ന ഡോക്ടേഴ്സിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കുറച്ച് പേരെ പിടിച്ചിരിക്കുന്നത്. ഇനി ബാക്കി എത്ര പേരുണ്ടെന്നുള്ള അറിയില്ല. ഈ ഡോക്ടർമാരെയാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഇതിനകത്ത്. നമ്മൾ നേരത്തെയൊക്കെ ഈ ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിലെ ട്രെയിൻ ചെയ്തു വരുന്നു, അല്ലെങ്കിൽ മതത്തിന് അതീവ ഭ്രാന്തുള്ളവർ, അല്ലെങ്കിൽ ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ മതം കൊണ്ടുവന്ന് കയറ്റി ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, ഇത്തരത്തിലേക്കാണ്. പക്ഷേ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ഇതിലെ ഷഹീൻ്റെ കാര്യം, ഷഹീൻ്റെ ഫാമിലിയിലേക്ക് മുൻ ഭർത്താവ് പറയുന്നത് പുരോഗമന ചിന്താഗതിയുള്ള മതവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത, ഒരു പക്ഷേ ഈ അവർ പറയുന്ന ഈ ബൂർഖ ധരിക്കാത്ത ഷഹീനെ പറ്റിയാണ് ഭർത്താവ് പറയുന്നത്, മുൻ ഭർത്താവ്. എന്തിനാണ് വേർപിരിഞ്ഞത് എന്ന് പോലും ഭർത്താവിന് ഇപ്പോഴും അറിയില്ല. നല്ല കുഞ്ഞുങ്ങളോട് നല്ല സ്നേഹമുള്ള, ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു സാധാരണക്കാരിയായ ഒരു ഡോക്ടർ ആയ ഒരു ഷഹീൻ എങ്ങനെ ഇതിനകത്ത് പെട്ടു എന്നുള്ളതാണ് അവർക്ക് അതിശയം. ഇത്തരത്തിൽ ഇപ്പോൾ ഉമറിൻ്റെ മാതാവിനോട് ചോദിച്ചപ്പോഴും ഇത്തരത്തിലാണ്, വലിയ ശാന്ത സ്വഭാവമുള്ള. ഇവരെയൊക്കെ എങ്ങനെയാണ് പെടുത്തുന്നത്? ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള എത്ര പേർ ഇവരിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ട്? കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ വിദ്യാസമ്പന്നരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു സംഘടന ഇറങ്ങി വന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നു. ഒരു പക്ഷേ അടിവേര് വരെ മാന്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതല്ലേ. അല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കപ്പെടുമ്പോൾ അതിൽ വേദനിക്കുന്ന ചില മനസ്സുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ള അപകടകരമായ മുന്നറിയിപ്പാണ്. അതിൽ മറ്റു ചില പ്രത്യേകതകൾ കൂടി നമ്മൾ കാണണം. നേരത്തെ ഗാസയിൽ ഇസ്രയേൽ അതിശക്ത ആക്രമണങ്ങൾ നടത്തി അവിടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധമുയർത്തിയവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെ? കേരളത്തിൽ ഒരു നിശബ്ദത പടർന്നിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്നത് വലിയ സ്ഫോടനമാണ്. 13 നിരപരാധികളുടെ ജീവൻ, അത് നിരത്തിൽ യാത്ര ചെയ്തിരുന്ന പാവങ്ങൾ, സാധാരണ ജനങ്ങൾ, അവരാണ് കൊല്ലപ്പെട്ടത്. ഇതിനെന്ത് തിയറി മുന്നോട്ട് കൊണ്ടുവന്നാലും ഇതൊരു ഭീകരാക്രമണമെന്ന് കേന്ദ്രം തറപ്പിച്ച് പറയുമ്പോൾ അതിന് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഒരു ഭീകരാക്രമണം ഇന്ത്യയുടെ ചങ്കിൽ നടന്നിട്ടും എന്തുകൊണ്ട് വേണ്ടത്ര പ്രതികരണങ്ങൾ കേരളം പോലും ഒരു സംസ്ഥാനത്ത് ഉയരുന്നില്ല? അപ്പോൾ എവിടെയോ ഒരു പൊതുബോധം ഇപ്പോൾ മങ്ങിയിരിക്കുന്നു. അതിലപ്പുറം ആരെയൊക്കെയോ പൊതുജനങ്ങൾ ഭയക്കുന്നു. നമ്മുടെ ഇടയിലുള്ള ചില ശത്രുക്കളെ ഭയന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ കഴിയുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്.
ഒരു പക്ഷേ ആ ശത്രുക്കൾ കൂടുതൽ ശക്തി ആർജിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് അൽഫല സർവകലാശാലയിലെ ഈ ഭീകരവിരുദ്ധ കേന്ദ്രം, ഭീകര കേന്ദ്രം. ഇവിടെ ഇന്ത്യ ഈ ഭീകരക്കൂട്ടങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാർ, മോദി എന്ന പ്രധാനമന്ത്രി ഭീകരതയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തു. അതിനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പിന്തുണയ്ക്കുന്നു, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. എങ്കിലും ഭീകരതയെ എന്തുകൊണ്ട് ഉന്മൂലനം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. കാരണം ഭീകരത നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ ശത്രുക്കൾ നട്ട് വളർത്തിയിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ആരൊക്കെ ഈ ഭീകര സംഘടനയുടെ കണ്ണികളാണെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇത് ഫരീദാബാദിലെയോ നമ്മുടെ പുൽവാമയിലോ മാത്രം അവസ്ഥയല്ല, കേരളത്തിലെയും അവസ്ഥ സമാനമാണ്. ഏതൊക്കെ തലത്തിൽ ഭീകരർ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയെന്ന് നമുക്കറിയില്ല. എവിടെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയില്ല. പഴയ IS ഒക്കെ പല രാജ്യങ്ങളിലും ഇപ്പോൾ തലപൊക്കിയ വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്കും ISൻ്റെ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് വഴി വ്യാപിപ്പിക്കുന്നുവെന്ന വാർത്ത വന്നിട്ട് അധികം സമയമായില്ല. അപ്പോൾ നമുക്കിടയിലൊക്കെ നമ്മുടെ ശത്രുക്കൾ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നു. ഒളിച്ചിരിക്കുന്ന ശത്രുവിനെയാണ് കൂടുതൽ ഭയക്കേണ്ടത്, നേർക്ക് നേർ നിൽക്കുന്ന ശത്രുവിനെയല്ല. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയും ശാപവും ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ഭീകര ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യയെ രക്ഷിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില അത് ഭയാനകമായിരിക്കും. തീർച്ചയായിട്ടും NIAയുടെ അന്വേഷണം കൊണ്ട് മാത്രമാണ് മറ്റുള്ള സ്ഫോടനങ്ങൾ ഒഴിവായത്. എന്നാൽ ഈ വലിയ രീതിയിലുള്ള വിപത്ത് നമ്മുടെ രാജ്യത്തിനുണ്ടായേനെ. അയോധ്യ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നോട്ടമിട്ടിരുന്നു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. ഏതായാലും മറ്റൊരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ആരും അറിഞ്ഞില്ല, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഒരുപക്ഷെ ജനം ഒന്നും അറിയാണ്ട് ഉണ്ടായപ്പോൾ നമ്മൾ വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വലിയ എന്തൊക്കെയോ പ്ലാനിങ് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ. ഇന്നലെ ഭൂട്ടാനിൽ നിന്ന് മോദി വന്നിട്ടുണ്ട്, ഈ പരിക്കേൽ ഏറ്റപ്പെട്ടവരെയൊക്കെ ചെന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു മുഖഭാവം, ആ ഒരു ശരീരഭാഷ ഒരു പക്ഷെ വേറിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. യോഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഒരു പക്ഷെ തീരുമാനം? അല്ല, ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളുമുണ്ട്. ഈ ഉമർ നബി, ഡോക്ടറായ ഉമർ നബി മുൻപ് ചെങ്കോട്ടയിൽ ഡോക്ടർ മുസമ്മിലുമായി എത്തിയിരുന്നു. അയാളുടെ നീക്കങ്ങൾ, ഇന്ന് വിശദമായ അയാളുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അയാൾ ചെങ്കോട്ടയിൽ എത്തുന്നതിന് മുൻപ് 3 മണിക്കൂർ പാർക്കിംഗ് ഏരിയയിൽ കിടന്നു. കഴിഞ്ഞ 10 ദിവസമായി ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ 10 ദിവസമായി ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് ഇയാൾ സ്വയം നടത്തിയിരുന്നു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. അവിടെ ഡോക്ടർ മുസമ്മിലിൻ്റെ ഒരു കുറ്റസമ്മതം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഡോക്ടർ മുസമ്മിൽ പറയുന്നത്, ഞാനും ഈ ഉമർ നബിയും നേരത്തെ ചെങ്കോട്ടയിലെത്തി നിരീക്ഷണം നടത്തിയിരുന്നുവെന്ന്. ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർത്ത ദിവസമാണ്. വരുന്ന ഡിസംബർ 6-ാം തീയതി രാജ്യത്തെ നടക്കുന്ന ഒരു സ്ഫോടനം ഞങ്ങൾ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് മുസമ്മിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി 26-ന് മറ്റൊരു മാരക സ്ഫോടനത്തിനുള്ള പദ്ധതി അവർ തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ ദീപാവലിക്ക് ഒരു സ്ഫോടന പദ്ധതി അവർ പദ്ധതിയിട്ടിരുന്നു, എങ്കിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഡിസംബർ 6-ാം തീയതി, ജനുവരി 26, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ രാജ്യത്തെ നടുക്കുന്ന സ്ഫോടനങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തത്. ഡോക്ടർ മുസമ്മിലിൻ്റെ മറ്റ് ചില വെളിപ്പെടുത്തലുകളുണ്ട് ഈ ഡോക്ടർ ഉമറിനെ കുറിച്ച്. ഉമറിൻ്റെ നീക്കങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ നീക്കങ്ങൾ CCTV പരിശോധന, 1000-ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ NIA. അതിൽ കാണുന്നത് ഈ ഉമർ തന്ത്രപ്രധാനമായ പല ഭാഗങ്ങളിലും അയാളുടെ കാർ എത്തിയിരുന്നു. കൊണാട്ട് പ്ലേസിലെത്തിയിരുന്നു, അമർനാഥ് ക്ഷേത്ര പരിസരത്തെത്തിയിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്തണമെന്ന് ഈ ഭീകരർ തിരിയുകയായിരുന്നു രാജ്യതലസ്ഥാനത്ത്, ഇന്ത്യയുടെ ഹൃദയത്തിൽ. അത് ഇന്ത്യയിൽ ഇത്തരം മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ വലിയ സ്ഫോടനം നടത്തി ഇന്ത്യയിൽ വർഗീയ വികാരം ആളിക്കത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതൊക്കെ ഇന്ന് മുസമ്മിൽ തൻ്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഗൂഢാലോചനയും വലിയൊരു ഭീകര തിരക്കഥയുമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെ ഒട്ടും നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് BJP മോദിയും ഒക്കെ പ്ലാൻ ചെയ്ത ഒരു ആക്രമണമാണെന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ വലിയ തെളിവുകളുടെ കെട്ടുനിരത്തിയാണ് ഇപ്പോൾ കേന്ദ്രം പ്രതികരിച്ചിരിക്കുന്നത്. പാകിസ്ഥാന് മുന്നിൽ വലിയൊരു തെളിവുകളുടെ കൂമ്പാരമാണ് നിരത്തിയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്
ഇന്ത്യയിലെ ഈ ഭീകര സംഘടനകളുടെ കണ്ണികളുമായുള്ള ബന്ധം ഇന്ത്യ കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു കരുത്താണ് നമ്മളിവിടെ കാണേണ്ടത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ ചുണക്കുട്ടികളായ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല എങ്കിൽ മാരകമായ വലിയ സ്ഫോടനങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചേനെ. പാകിസ്ഥാനെ പോലെയല്ല, ഇന്ത്യയിലെ ജനസംഖ്യ നമ്മൾ പരിശോധിക്കണം. വലിയ ഒരു ജനസംഖ്യയുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ്. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഡൽഹി പോലൊരു പ്രദേശത്ത് വലിയ സ്ഫോടനങ്ങൾ നടത്തി ആളുകളെ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്താൻ ഈ ഭീകരർക്ക് കഴിഞ്ഞാൽ അത് രാജ്യത്തുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത അതിവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചെയ്യും എന്ന് ജെയ്ഷെ മുഹമ്മദ് ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത്. മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഒക്ടോബർ 9 ഈ ചില സംശയങ്ങൾ ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നു. പിന്നീട് ഫരീദാബാദിൽ നടന്ന ഒക്ടോബർ 19 പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. നവംബർ 8, 9 തീയതികളിലാണ് ഫരീദാബാദിൽ നിന്ന് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഒക്ടോബർ 19 ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിന്നാലെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഈ ഭീകര സംഘടനകളുടെ കണ്ണികളായ ഡോക്ടർമാരെ തിരിയുന്നു എന്ന് മനസ്സിലാക്കിയതിന് തൊട്ട് പിന്നാലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു വക്താവ് അയാളൊരു പ്രസ്താവന നടത്തി. സെയ്ഫ് അയാൾ പറഞ്ഞു, ബംഗ്ലാദേശ് വഴി തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കയറി ഇന്ത്യയെ ആക്രമിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചോദിക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നുവെന്ന്. അത് കണക്കുകൂട്ടിയുള്ള ഒരു ഏറാണ്. ശ്രദ്ധ ബംഗ്ലാദേശ് ഭാഗത്തേക്ക് ഇന്ത്യയുടെ തിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആക്രമണത്തിന് അവർ പദ്ധതിയിട്ടത് വടക്കൻ സംസ്ഥാനങ്ങളിലാണ്. സാധാരണഗതിയിൽ ശ്രീനഗർ, ജമ്മു കാശ്മീർ ആയിരുന്നു ആക്രമണത്തിന് അവർ തിരഞ്ഞെടുക്കാറുള്ള സ്ഥലമെങ്കിൽ ഇക്കുറി ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി രാജ്യതലസ്ഥാനം. അപ്പോൾ ഭീകരർ ഇക്കുറി വിജയിക്കും എന്ന് തന്നെ കരുതി സ്വപ്നം കണ്ട് ഇന്ത്യ തകർക്കാനായി അവർ കടന്നു വന്നു. പക്ഷേ നമ്മുടെ രാജ്യം വളരെ ധീരതയോടെ അതിനെ നേരിട്ടു. തീർച്ചയായിട്ടും രാജ്യത്തിന് അഭിമാനിക്കാം. ആ ഭീകരക്കൂട്ടങ്ങളെ തച്ചുടച്ചതിന്, അവരുടെ സ്വപ്നങ്ങളെ തച്ച് തകർത്തതിന് ഇനി ഒരിഞ്ച് ക്ഷമിക്കില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യ ആ ഭീകര സംഘടനകൾക്ക് കൈമാറുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു വാർത്തയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഉമർ തുർക്കിയുമായിട്ടുള്ളൊരു ബന്ധം, ഉമറിന് തുർക്കിയിൽ നിന്ന് മറ്റെന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളൊരു എന്താ ഈ രാജ്യാന്തര ഭീകര നെറ്റ്വർക്ക് അത് എന്നും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അഫ്ഗാൻ പൊതുവെ ഇന്ത്യയോട് താലിബാൻ അടുപ്പം പുലർത്തുമ്പോഴും അഫ്ഗാൻ മണ്ണിലുള്ള അവശേഷിക്കുന്ന IS തീവ്രവാദികളുണ്ട്. അതുപോലെ തന്നെ തുർക്കി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്. പാകിസ്ഥാൻ മണ്ണ് പിന്നെ ഭീകരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു ശൃംഖലയിൽ ഒത്തൊരുമിച്ചിരിക്കാം. കാരണം ഈ 4 ഡോക്ടർമാർ അൽഫലാഹ് സർവകലാശാലയിലെ 17 നമ്പർ റൂമിൽ ഒത്തുകൂടി ഡൽഹിയിൽ സ്ഫോടനം നടത്താൻ 30 ലക്ഷം രൂപ ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചു. പിന്നീട് അവർ ആ 30 ലക്ഷം രൂപ ഫണ്ട് സ്വരൂപിച്ച് ഡോക്ടർ ഉമറിന് കൈമാറി. ഫരീദാബാദിലെ ഒരു മാർക്കറ്റിൽ നിന്ന് 3 ലക്ഷം രൂപയ്ക്ക് അവർ വളം വാങ്ങി. ആ വളം അമോണിയം നൈട്രേറ്റ് പോലുള്ള സ്ഫോടനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽസ്. പിന്നീട് ഈ കെമിക്കൽസിൻ്റെ ഒരു ഭാഗം അവർ സർവകലാശാലയിലേക്ക് കൊണ്ടുവന്ന് പരീക്ഷണങ്ങൾ നടത്തി. ഏകദേശം 2900 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിന് തൊട്ടടുത്തുള്ള 2 വാടക വീടുകൾ കേന്ദ്രീകരിച്ച് അവർ സ്വരൂപിച്ചു വെച്ചു. അപ്പോൾ ചെറുതല്ല, 2900 കിലോഗ്രാം സ്ഫോടനം വസ്തുക്കൾ ശേഖരിക്കുന്നു. 30 ലക്ഷം രൂപയോളം അവർ സ്ഫോടന ഫണ്ട് ശേഖരിക്കുന്നു. അതൊക്കെ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ ഒരു സർവകലാശാലയിലിരുന്നാണ് ഇത്ര വലിയ സ്ഫോടനത്തിനുള്ള കോപ്പ് കൂട്ടിയത്. മറുവശത്ത് വലിയ തോതിൽ വനിതാ വിഭാഗത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ്ങിനുള്ള ശ്രമം നടത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ തന്നെ കൊടും ഭീകരരുടെ ഭാര്യമാർ അടക്കമുള്ളവർ ചേർന്ന്. അതിലാണല്ലോ ഡോക്ടർ ഷഹീൻ സയ്യിദിൻ്റെ ഇടപെടൽ നമ്മളിപ്പോൾ നടുക്കത്തോടെ കേൾക്കുന്നത്. അവരൊക്കെ ഈ വനിതാ വിഭാഗം ഇന്ത്യയിൽ ചാവേർ ആക്രമണങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് നടത്തിയത്. ചുരുക്കത്തിൽ ഇന്ത്യ ഭയക്കുന്ന ഒട്ടനവധി വെളിപ്പെടുത്തലുകളുടെ കുത്തൊഴുക്കാണ് നമ്മൾ ഡൽഹിയിലെ ഈ വൻ സ്ഫോടനത്തിന് പിന്നാലെ കേൾക്കുന്നത്. രാജ്യം വാസ്തവത്തിൽ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണ്. നമുക്ക് ചുറ്റും ശത്രുക്കൾ പല വിധത്തിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. വലിയ ധീരത കാട്ടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യം കടന്നു പോകുന്നത് തന്നെ
വലിയ സുരക്ഷയുടെ ഒരു ഭീഷണി തന്നെ നമ്മുടെ രാജ്യത്തിനുണ്ട്. പക്ഷെ അത് എവിടെയെന്ന് കേരളത്തിലും നല്ല ഉണ്ടാകാം. നമ്മൾ സുരക്ഷിതരാണ് എന്ന് കരുതുന്നിടത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അൽഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ നിഗൂഢതയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക, ഓരോ മണിക്കൂറും പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഭീകര കേന്ദ്രം എന്ന് തന്നെ പറയാം. സർവകലാശാലയുമായി ബന്ധപ്പെട്ട്, ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലും ലിങ്ക് ആണോ എന്നുള്ളതും കൂടിയൊക്കെ അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. 2 വിദ്യാർത്ഥികളെ ഇപ്പോൾ അവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്തോറും ഒരു പക്ഷേ ഇനി എവിടെയൊക്കെ ഇനി പൊട്ടാനിരിക്കുന്നു എന്നുള്ളത് കൂടി ചിന്തിക്കും. മറ്റെന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഏതായാലും കരുതിയിരിക്കുക പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഡോസ് മാത്രമാണ്, അടുത്ത ഡോസ് ഉടനെ വരും. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.